നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. +2-ൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ യൂണിവേഴ്സിറ്റികളൊക്കെ അത് ബിരുദ പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കോളേജുകളിൽ ചെയ്ത് പുതിയ ന്യൂജൻ കോഴ്സ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരമാണ്. സാധാരണയുള്ള കോളേജുകളിലുള്ള കൺവെൻഷണൽ കോഴ്സ് കൂടാതെ പുതിയ ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ പല കോളേജുകളിലും ഉണ്ട്. അപ്പം കേരളത്തിലെ ഒരു പ്രമുഖ സർവകലാശാലയായ കോഴിക്കോട് സർവകലാശാല അവരുടെ ബിരുദ പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളിതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2025 ജൂൺ 9 വൈകിട്ട് 5 മണി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. 2025-2026 വർഷത്തെ അക്കാഡമിക് വർഷത്തിലെ ബിരുദ പ്രവേശനത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും www.admission.uoc.ac.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷാ ഫീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 495 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST-കാരായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് 205 രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിച്ചാൽ മതിയാവുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ബിരുദ പ്രവേശനം ഇപ്പോൾ പുതിയ NEP വന്നതിന് ശേഷം ഇപ്പം 3 ഓപ്ഷൻസാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഒന്ന്, 3 വർഷത്തെ ബിരുദ കോഴ്സ് നിങ്ങൾക്ക് അപേക്ഷിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 4 വർഷ ബിരുദം, അത് വിത്ത് ഓണേഴ്സാണ്. ഡിഗ്രി ഓണേഴ്സ് എന്നായിരിക്കും അതിന് ബിരുദം ലഭിക്കുക. മൂന്നാമത്തെ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷ ബിരുദം തന്നെയാണ്, അത് ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. അങ്ങനെ 3 തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് ചേരാനായിട്ട് കഴിയും. മാത്രമല്ല BBA, BCA, BBA, BCom ഉൾപ്പെടെ എല്ലാ ബിരുദ കോഴ്സുകൾക്കും സ്പെഷ്യലൈസേഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി നിർബന്ധമായി സമർപ്പിക്കണം. അതുപോലെ നിങ്ങൾക്ക് NSS, NCC പോലെയുള്ള അതിൽ പങ്കെടുത്തുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും കൂടി സമർപ്പിക്കണം. അതേപോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അതേപോലെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ വേണ്ട ആൾക്കാരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറോ തഹസീൽദാരിൽ നേരിട്ട് അതിൻ്റെ കോപ്പി സമർപ്പിക്കണം. കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷന് സമയത്ത് വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻസ് വരെ കൊടുക്കാനായിട്ട് അവസരമുണ്ട് മുൻഗണനാക്രമത്തിൽ. ഇപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നേരിട്ട് ഗവൺമെൻറ് കോളേജുകളുണ്ട്, അതുപോലെ എയ്ഡഡ് ഗവൺമെൻറ് കോളേജ് കൂടാതെ ഗവൺമെൻറ് എയ്ഡഡോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇതേപോലെയുള്ള ബിരുദ കോഴ്സുകൾക്ക് കോമൺ ആയിട്ടാണ് അഡ്മിഷൻ, അവിടെയെല്ലാം അപേക്ഷിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ഫീസ് കുറവായിരിക്കും. എയ്ഡഡ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലും ഗവൺമെൻറ് നിശ്ചയിച്ച ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾക്ക് ഫീസ് കൂടുതലായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല ഓപ്ഷൻ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അതിന് മുൻഗണനാക്രമത്തിൽ കൊടുക്കണം. ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് നമുക്ക് താല്പര്യമുള്ള കോഴ്സും കോളേജുമാണ്. അങ്ങനെ 20 ഓപ്ഷൻസ് വരെ കൊടുക്കാനായിട്ട് നമുക്ക് അവസരമുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണെങ്കിലും പ്രത്യേക അപേക്ഷകൾ നമ്മൾ നേരിട്ട് എവിടെയാണോ അപ്ലൈ ഉദ്ദേശിക്കുന്നത് ആ കോളേജ് നേരിട്ട് സമർപ്പിക്കണം. അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോഴ്സിൻ്റെ ഫീസുകൾ ഗവൺമെൻറ് കോളേജിലെ പോലെ ആയിരിക്കത്തില്ല, ഫീസ് കൂടുതലായിരിക്കും എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കുന്നതിൽ ഒരു പ്രിൻ്റ് ഔട്ടും മറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ സഹിതം എവിടെയാണോ അഡ്മിഷൻ ലഭിച്ചത് ആ കോളേജിൽ നേരിട്ട് നമ്മൾ ഹാജരാകണം. അപ്പോൾ ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 0494266060 എന്ന നമ്പറിൽ വിളിക്കാം. 049424070016 24070017 2 നമ്പറുണ്ട്. സംശയങ്ങളെ ക്ലിയർ ചെയ്യാൻ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. വെബ്സൈറ്റ് നമ്പർ www.admission.uoc.ac.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ജൂൺ 9 വരെ അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.